ഹലോ ഗൈസ്. അപ്പം നമ്മൾ ഇന്നൊരു അഡ്വഞ്ചറസ് ട്രിപ്പാണ് കേട്ടോ പോണത്. അതെന്തുകൊണ്ടാണ് ഞാൻ വഴിയെ പറഞ്ഞുതരാം. നമ്മൾ പോണ വഴിയൊക്കെ നല്ല അടിപൊളി സീനറിയാണ് കേട്ടോ. അതും ചെറിയ മഴയും കൂടി ആയപ്പോൾ നല്ല വൈബായിരുന്നു. വഴിയിലൊരു വെള്ളച്ചാട്ടം കണ്ടു. അപ്പോൾ ജസ്റ്റ് നമുക്കതൊന്ന് കണ്ടിട്ട് പോവാം. അല്ല റോഡ് ഇങ്ങനെ ഹൈവേ പോലത്തെ റോഡുകളല്ലല്ലോ, കുഞ്ഞി വീതി കുറഞ്ഞ അല്ലേ. അപ്പം നമ്മളിന്ന് പോണത് വേറെ എങ്ങോട്ടല്ല, ഗവിയിലേക്കാണ്. അപ്പോൾ കൊച്ചി ടു ഗവി യാത്രാ വ്ളോഗാണ് ഈ വീഡിയോ. അപ്പം നമ്മളൊരു പാക്കേജ് എടുത്തിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത് വണ്ടിപ്പെരിയാറിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് അവരുടെ ബസ്സിലായിരിക്കും നമ്മൾ പോവുക. അപ്പോൾ ഏകദേശം ഒരു 1 മണിയോട് കൂടിയാണ് നമ്മൾ വണ്ടിപ്പെരിയാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഗവിയിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ ഫുൾ ഫോറസ്റ്റ് കൂടെ ആണ് കേട്ടോ. ക്രിസ് ഹലോ, നമസ്കാരം. ഇങ്ങോട്ടേക്ക് തിരിയാൻ പറ്റുന്നില്ല. രണ്ട് വാക്കുകൾ പ്ലീസ്. കൈലാഷ് 2 വാക്ക് പറയും. ഗൗതമിൻ്റെ 2 വാക്ക് പറയും. നമ്മൾ ഈ കാണുന്ന കുറേ ഭംഗിയുള്ള ഗ്രാമങ്ങൾ, വാക്കുകൾ പറയാൻ പറ്റുന്നില്ല. അത്രയും ഭംഗിയാണ്. അത്രയും ഭംഗിയാണ്. കയ്യിൽ താഴെ പോകുന്ന പേടി. ചെറിയ മഴകളുണ്ട്, അത്യാവശ്യം നല്ല ഫോഗ് ഉണ്ടായിരുന്നു. ഇറങ്ങിയിട്ടെടുക്കാം. നമുക്ക് എന്തായാലും നമ്മളിപ്പോൾ വണ്ടിയിൽ നിന്ന് പോകാം. അപ്പോൾ നമ്മൾ ഗവിയിലെത്തി അവരുടെ സെഷനൊക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അന്ന് നൈറ്റ് നമ്മൾ ഇവിടെ ആയിരിക്കും സ്റ്റേ ചെയ്യുക. എന്നിട്ട് പിറ്റേ ദിവസം ഉച്ചയോട് കൂടി നമ്മൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യും. അപ്പോൾ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഈ പാക്കേജ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ പോയത് ബോട്ടിങ്ങിനാണ്.
അത് കഴിഞ്ഞു അടുത്തത് കാണിച്ചിട്ട് കാര്യമില്ല. ഈ ബോട്ട് ഞങ്ങൾ എടുത്തോട്ടെ. ഓ അത് വെള്ളമാണല്ലോ പണ്ടാരം. ബോട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അങ്ങ് തുടങ്ങുക. അതിലല്ലോ അവിടെ ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി കുളിച്ച് കുറേ നേരം എൻജോയ് ചെയ്തിട്ടോ. ഞാൻ ഇത് വാങ്ങി ചെരുപ്പാ. ചെരുപ്പ് വളർന്നു പറഞ്ഞിട്ട് കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഇനി നൈറ്റ് അവരൊരു സെഷൻ ഉണ്ട്, അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഡിന്നറും കഴിച്ച് കിടക്കാം. ഗവിയാർ ഡാമിലാണ്. ഷൂ ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ ട്രക്കിങ്ങിന് കൂട്ടൂല. കാരണം പോകുന്ന വഴിയിൽ കാടാണ്, പാമ്പ് മുതൽ അജന്തുക്കൾ എല്ലാം ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കാം. ആ ട്രക്കിംഗ് പാത്ത് ഇപ്പോഴാണ് ഓപ്പൺ ആക്കുന്നത്. നല്ല നൈസാണത്. ഓക്കെ, അപ്പോൾ സമയം നമ്മൾ കൃത്യമായിട്ട് പാലിക്കുക. 5:30 നമ്മൾ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് കുഴി ഇരിക്കുന്ന സ്ഥലത്ത് കൊക്കകൾ കൂടുതലായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് അത്രയ്ക്ക് ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും വലിയ കൊക്കകളൊക്കെ ഉണ്ട് അങ്ങോട്ട്. ഇത് സോളാർ ഫോറസ്റ്റും ഇത് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്ന 2 ഫോറസ്റ്റ് പിരിയുന്ന സ്ഥലമാണ് ഈ ഗവി എന്ന് പറയുന്നത്. ഇത് മൊത്തം വെസ്റ്റേൺ ഗാർഡ്സ് ആണ്. വെസ്റ്റേൺ ഗാർഡ്സ് തുടങ്ങുന്നത് എവിടെ നിന്നെന്ന് അറിയാമോ? പുള്ളിയുള്ള ബ്ലൗസിലായി മാറ്റിനിക്ക് നീ വരാമെന്നു നീ പറഞ്ഞതും ഷോ തുടങ്ങിയതും കാത്തു കാത്തു. അപ്പോൾ ഗൈസ്, പിറ്റേ ദിവസം നമ്മളൊരു 6 മണിയാകുമ്പോൾ സൈറ്റ് സീയിങ് ഇറങ്ങിയിട്ടോ. ഇതൊരു ബസ് സഫാരിയാണ് കേട്ടോ. ആരൊന്നും കിട്ടില്ല. ഇനി നമുക്ക് ഗവിയിലെ വില്ലേജും പിന്നെ അവിടുത്തെ കുറച്ച് വീടുകളൊക്കെ കാണാം. ആക്ച്വലി ഇവിടെ ഒരു ഒറ്റ പോസ്റ്റ് ഓഫീസും പിന്നെ ഒരു റേഷൻ കട മാത്രമേ ഉള്ളൂ. താമസ റൂമില്ലേ? ആക്ച്വലി ഇവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടുത്തെ തോട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ.
ഇവിടെ ഒരു KCBൻ്റെ പവർ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. ഇങ്ങനെ വേണ്ടേ മുടി വെട്ടെ. ഓം നമ ശിവായ. അപ്പോൾ നമ്മൾ ബസ് സഫാരി ഒക്കെ കഴിഞ്ഞ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ട്രക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ട്രക്കിംഗ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 6-7 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ആനിമൽസിനെ കാണാൻ കിട്ടും. ആക്ച്വലി ഇക്കൊല്ലം ഫസ്റ്റ് ട്രക്കിംഗ് പോകുന്ന ബാച്ച് നമ്മുടേതാണ് കേട്ടോ. ഗൗതം നമ്മളിങ്ങനെ പോകുമ്പോൾ മൊബൈൽ ആനിമൽസ് ഇറക്കി നമ്മൾ സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല. ഇത് മൊബൈൽ സൈലൻ്റ് ആക്കിയിരുന്നത് ഇതിൻ്റെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ്. അപ്പോൾ നമ്മൾ ഹൈക്ക് റേഞ്ചിൻ്റെ പാക്കേജാണ് എടുത്തത്. ടോട്ടൽ കോസ്റ്റ് വരുന്നത് 4000 റുപ്പീസാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ KSRTC വഴിയും ഗവിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ടൈഗറിൻ്റെ നെയിൽ മാർക്കാണ്. ടൈഗറിൻ്റെ നെയിൽ മാർക്ക് എന്ന് പറയുമ്പോൾ ടെറിട്ടറി മാർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ ഒരു ടൈഗറിന് 25 to 50 സ്ക്വയർ കിലോമീറ്റർ ഒരു ടൈഗർ താമസിക്കുന്നത്. 10 പെൺകടുവയ്ക്ക് രാംകടുവ എന്നാണ് കണക്ക്. പക്ഷേ എല്ലാവർക്കും ടെറിട്ടറി ഉണ്ട്. ആ ടെറിട്ടറി വിട്ട് പോകുന്നത് മാർച്ച് ഏപ്രിൽ സമയത്താണ്. അവർ മാറ്റിംഗ് സമയത്താണ് ടെറിട്ടറി വിട്ട് പോകുന്നത്. തീർച്ചയായും ആ ടെറിട്ടറിയിലേക്ക് വന്നിട്ട് ഇതിങ്ങനെ മാന്തുന്ന പ്രശ്നം 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് ടെറിട്ടറി മാർക്ക് ചെയ്യും. ഇനിയൊന്ന് ഇതിൻ്റെ അകത്തൊരു ഗമ്മുണ്ട്, ഒരു ആൻറ്റിബയോട്ടിക്കാണ്. ഇത് ഹണ്ടിങ് ചെയ്യുമ്പോൾ ടയർഡാവുള്ളൂ. ഇതിലൊന്ന് ഇങ്ങനെ മാന്തി കഴിയുമ്പോഴത്തേക്കും ഈ ബ്ലഡിൽ ഈ ഗമ്മ് മിക്സ് ആകുമ്പോഴത്തേക്കും അതിന് ഹെൽത്തിയായി. പിന്നെ ഈ ചീഞ്ഞ മാംസമാണ് കടുവ കഴിക്കുന്നത്. ബ്ലഡ് സക്ക് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ സൈഡിൽ കൊണ്ട് വെച്ചിട്ട് കുറച്ച് 1-2 ദിവസം ചീഞ്ഞ വീട്ടാണ് കഴിക്കുന്നത്. കഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഇൻസെക്റ്റ് ഉണ്ടാവും. അതിങ്ങനെ മാന്തി കഴിയുമ്പോൾ അതും പോകും. അപ്പോൾ ടെറിട്ടറി മാർക്കായി ആൻറ്റിബയോട്ടിക് അതിൻ്റെ ഇതുമായി ഈ ഇൻസെക്റ്റ് പോകാനായിട്ട് ആണ്. ഇത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ശബരിമല കാണാൻ പറ്റുമെന്നൊക്കെ ഇവർ പറഞ്ഞത്. പക്ഷെ ഫോഗ് കാരണം നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. ഇവിടെ മൊത്തം അട്ടയാണ് ഗൈസ്. അപ്പോൾ നോക്കി നടക്കണം. അതിനാണ് ഞങ്ങൾ ഇത്രയും വലിയ സോക്സ് ഇട്ടേക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്.
ഈ ട്രക്കിങ്ങോട് കൂടി നമ്മുടെ ഗവി ട്രിപ്പ് അവസാനിക്കുകയാണ്. സീ യു നെക്സ്റ്റ് വീഡിയോ.